പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പാർട്ട് 1. കഴിഞ്ഞ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നതിൻ്റെ തുടർച്ചയാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ. ഫങ്ഷൻസ് എന്നത് വളരെ വിശദമായി പഠിച്ച ഒരു ഭാഗമാണ്. ഒരു ഫങ്ഷൻ 1 ആകുന്നതും അതുപോലെ ഓൺ 2 ആകുന്നതും, ഒരേ സമയം 1 ഓൺ 2 ആകുമ്പോൾ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്നതും നാം പഠിച്ചു കഴിഞ്ഞു. ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാകൂ എന്ന കാര്യവും പഠിച്ച ഭാഗമാണ്. ഫസ്റ്റ് ഇയറിൽ തേർഡ് ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതുപോലെ അതിൻ്റെ ഡൊമെയിൻ, റേഞ്ച് മുതലായ കാര്യങ്ങളും അവിടെ വിശദമായി പഠിച്ചു മനസ്സിലാക്കി. ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റിംഗ് വാല്യൂസ്, അതുപോലെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എല്ലാം വിശദമായി പഠിച്ച ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ ഇവിടെ പഠിക്കുന്നത്, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ഒരേ സമയം ഇൻവേഴ്സ് ഫങ്ഷനുമാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസുമാണ്. എന്നാൽ ഇൻ ജനറൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ 1 അല്ല, ഓൺ 2 അല്ല. അതിനാൽ തന്നെ ബൈജക്റ്റീവുമല്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ ഈ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ആക്കാൻ അതിൻ്റെ ഡൊമെയിൻ, റേഞ്ച് എന്നിവ റീഡിഫൈൻ ചെയ്താൽ മതിയായിരിക്കും. ഈ കാര്യം നമുക്ക് ജിയോജിബ്രയുടെ സഹായത്തോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ, ദെൻ സൈൻ എക്സ്. നാം വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ്റെ കാര്യം വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമുക്കിവിടെ ഈ വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിക്കാം. ഈ വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ, അതായത് -∞ മുതൽ +∞ വരെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതായത് വെർട്ടിക്കൽ ലൈൻ എല്ലാ പോയിന്റിലും ഫംഗ്ഷനെ ടച്ച് ചെയ്യുന്നു. അതായത് സൈൻ എക്സ് എന്ന കർവിനെ ടച്ച് ചെയ്യുന്നു എന്ന് കാണാം. -∞ മുതൽ +∞ വരെ എല്ലാ പോയിന്റിലും വെർട്ടിക്കൽ ലൈൻ ഫംഗ്ഷനെ ടച്ച് ചെയ്യുന്നു. ഓരോ പോയിന്റിനും, അതായത് എക്സ് ആക്സിസിലുള്ള ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയി ഒരു പോയിന്റ് കർവിലും ലഭിക്കുന്നു. അതായത് സൈൻ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്നുള്ളത് -∞ മുതൽ +∞ വരെയാണെന്ന് മനസ്സിലാക്കാം. ഫംഗ്ഷന് അല്ലെങ്കിൽ കർവിന്, അതായത് f(x)ന് ഒരു ഭാഗത്തും ബ്രേക്ക് അനുഭവപ്പെടുന്നില്ല. അതായത് നമുക്കതിൻ്റെ ഡൊമെയിൻ എന്നുള്ളത്, സൈൻ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ R, അതായത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നു. നമുക്കിനി ഒരു ഹൊറിസോണ്ടൽ ലൈൻ നോക്കാം. ഹൊറിസോണ്ടൽ ലൈൻ, ആ ഹൊറിസോണ്ടൽ ലൈൻ ഇതേ രീതിയിൽ നാം മൂവ് ചെയ്യുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ, അതായത് നാം പഠിച്ചതാണ് സൈൻ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂസ്, -1 < x < 1 എന്ന ലിമിറ്റിംഗ് വാല്യൂ നാം പഠിച്ചതാണ്. അതായത് സൈൻ ഫംഗ്ഷൻ ഈ വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ -1 മുതൽ +1 വരെ മാത്രമേ ഫംഗ്ഷനും ഹൊറിസോണ്ടൽ ലൈനും ടച്ച് ചെയ്യുന്നുള്ളൂ. -∞ മുതൽ -1 വരെയും 1 മുതൽ +∞ വരെയും ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണാം. അതായത് സൈൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ് എന്ന് കാണാം. അതായത് സൈൻ ഫംഗ്ഷൻ്റെ ഇവിടെ റേഞ്ച് എന്നുള്ളത് -1 മുതൽ +1 വരെ രണ്ടും ഉൾപ്പെടെ, അതായത് അതിൻ്റെ റേഞ്ച് വരുന്നത് ക്ലോസ് ഇൻ്റർവൽ -1 1 എന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് സൈൻ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ R ആണ് എന്നും അതിൻ്റെ റേഞ്ച് -∞ മുതൽ +∞ വരെയാണ്. അതായത് R എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെയാണ്.
ആ ഭാഗത്ത് -∞ മുതൽ -1 വരെ സൈൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1 മുതൽ ഇൻഫിനിറ്റി വരെയും സൈൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റേഞ്ച് -1 1. നമുക്കിനി അടുത്തത് കോസ് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. എന്താണ് കോസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത? കോസ് ഫംഗ്ഷനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആദ്യം വെർട്ടിക്കൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെ -∞ മുതൽ +∞ വരെ വാരി ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ലൈൻ എല്ലാ പോയിന്റിലും കോസ് ഫംഗ്ഷനെ ടച്ച് ചെയ്യും. അതായത് അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കോസ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്നുള്ളത് R ആണ്. ഇനി നേരെ മറിച്ച് ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ സൈൻ ഫംഗ്ഷനിൽ സംഭവിച്ച പോലെ തന്നെ -∞ മുതൽ -1 വരെയും 1 മുതൽ ഇൻഫിനിറ്റി വരെയും ഹൊറിസോണ്ടൽ ലൈൻ കർവിനെ ടച്ച് ചെയ്യുന്നില്ല. അതായത് കർവ് ആ ഭാഗങ്ങളിൽ ഇല്ല. -1 മുതൽ +1 വരെ വരുന്ന ഭാഗത്ത് മാത്രമേ കോസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് കോസ് ഫംഗ്ഷൻ്റെ റേഞ്ച് -1 1 ആണെന്ന് കാണാം. ഈ രണ്ട് ഗ്രാഫിൽ നിന്നും മനസ്സിലായത് സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ഷേപ്പും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഡൊമൈനും റേഞ്ചും ഒരുപോലെ തന്നെയാണ്, ഏതാണ്ട് ഒരുപോലെയാണെന്ന് മനസ്സിലാക്കാം. ദെൻ നമുക്ക് ടാൻ ഫംഗ്ഷൻ നോക്കാം. ടാൻ ഫംഗ്ഷൻ ഇതാണ് ടാൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം വെർട്ടിക്കൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ നേരത്തെ കണ്ടതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതാ -π/2 ഈ പോയിന്റിൽ ബ്ലൂ ലൈനിൽ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ടാൻ ഫംഗ്ഷൻ്റെ കർവും അതുപോലെ വെർട്ടിക്കൽ ലൈനും ഒരു ഭാഗത്തും മീറ്റ് ചെയ്യുന്നില്ല. അതായത് ടാൻ ഫംഗ്ഷൻ വെർട്ടിക്കൽ ലൈൻ π/2 -π/2, അതേപോലെ തന്നെ +π/2, ദെൻ 3π/2 -3π/2, 5π/2 -5π/2, അതായത് ±π/2, ±3π/2, ±5π/2 എന്നീ പോയിന്റുകളിൽ ടാൻ ഫംഗ്ഷനെ വെർട്ടിക്കൽ ലൈൻ ടച്ച് ചെയ്യുന്നില്ല. അതായത് ഡൊമൈനിൽ +π/2 വരുന്നില്ല, -π/2 വരുന്നില്ല, അതേപോലെ -3π/2, +3π/2 ഇങ്ങനെ വരുന്ന ഓഡ് π/2 ആ ഭാഗങ്ങളൊന്നും ഡൊമൈനിൽ വരുന്നില്ല എന്ന് കാണാം. അതായത് ആറിൽ നിന്ന് ഈ പറയുന്ന പോയിന്റുകൾ കുറയ്ക്കേണ്ടി വരും. എല്ലാ ഓഡ് π/2 കുറയ്ക്കേണ്ടി വരും. ഓഡ് നമ്പറാക്കാൻ നാം ചെയ്യണത് 2n+1 π/2 എന്ന് രൂപപ്പെടുത്തിയാൽ മതിയായിരിക്കും. അതായത് ടാൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് 2n+1 π/2 കുറച്ചാൽ മതിയായിരിക്കും. ഇനി റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്, കർവിനെ ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് -∞ മുതൽ +∞ വരെ ടാൻ ഫംഗ്ഷൻ വാരി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടാൻ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നുള്ളത് R അല്ലെങ്കിൽ -∞ ടു +∞, ഓപ്പൺ ഇൻ്റർവൽ -∞ +∞ ആണ് എന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ ടാൻ കഴിഞ്ഞു. നമുക്കിനി കോട്ട് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. എന്താണ് കോട്ട് ഫംഗ്ഷൻ്റെ പ്രത്യേകത? ഇതേ രീതിയിൽ തന്നെ വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ നേരത്തെ ടാൻ ഫംഗ്ഷനിൽ കണ്ട പോലെ, എന്നാൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ടാൻ ആണെങ്കിൽ π/2 എക്സിസ്റ്റ് ചെയ്യാതിരുന്നത്, ഇവിടെ 0 എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ -π എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. +π എന്ന പോയിന്റിലും ബ്ലൂ ലൈനിൽ ബ്ലൂ കളറിൽ കാണുന്ന കർവും വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ -2π +2π അങ്ങനെ വരുന്ന ഇൻ്റഗ്രൽ π, അതായത് nπ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഭാഗത്ത് കോട്ട് ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് കോട്ട് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് എല്ലാ ഇൻ്റഗ്രൽ π കുറച്ചാൽ മതിയായിരിക്കും. അതായത് r - nπ
സീറോ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് 0 പൈ എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇതേ രീതിയിൽ വെർട്ടിക്കൽ ലൈനിന് പകരം ഹൊറിസോണ്ടൽ ലൈൻ നാം മൂവ് ചെയ്യിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും -∞ മുതൽ +∞ വരെ എല്ലാ ഭാഗങ്ങളിലും കർവും ഹൊറിസോണ്ടൽ ലൈനും മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കോട്ട് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ. ഇപ്പോൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായത്, അതായത് ടാൻ ഫംഗ്ഷനും കോട്ട് ഫംഗ്ഷൻ്റെയും ഷേപ്പും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമെയിൻ റേഞ്ച് അതും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം, സീക്ക് എക്സ്. നെക്സ്റ്റ് ഫംഗ്ഷൻ സീക്ക് എക്സ്. എന്താണ് സീക്ക് എക്സിൻ്റെ പ്രത്യേകത? ഇവിടെ ആദ്യം നാം ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുന്നു. വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ π/2 എന്ന പോയിന്റിൽ കർവും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുന്നില്ല. അതേ രീതിയിൽ 3π/2 എന്ന പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. -π/2 -3π/2 അങ്ങനെ ഇൻ്റഗ്രൽ ഓഡ് നമ്പർ ഓഫ് π/2, ഓഡ് നമ്പർ ഓഫ് π/2ൽ വെർട്ടിക്കൽ ലൈനും കർവും മീറ്റ് ചെയ്യുന്നില്ല. അതായത് ഓഡ് π/2 ഭാഗങ്ങളിൽ സീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ആ പോയിന്റുകളിലൊന്നും കർവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൊമൈനിൽ ആ ഭാഗം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഡൊമൈനിൽ +π/2 വരുന്നില്ല, -π/2 വരുന്നില്ല, -3π/2 ഇല്ല, +3π/2 ഇല്ല. അതായത് ആറിൽ നിന്ന് കുറയ്ക്കേണ്ടത് 2n+1 π/2 ആണെന്ന് കാണാം. ദെൻ നമുക്കിനി റേഞ്ച് എങ്ങനെയാണ് എന്ന് നോക്കാം. റേഞ്ച് നോക്കുന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഇപ്പോൾ -∞ മുതൽ -1 വരെ, -1 ഉൾപ്പെടെ ഹൊറിസോണ്ടൽ ലൈനും കർവും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. എന്നാൽ -1 മുതൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ, അതായത് ആ 2 പോയിൻറ്റും ഒഴികെ കർവ് ഇല്ല. കർവും ഹൊറിസോണ്ടൽ ലൈനും ടച്ച് ചെയ്യുന്നില്ല, ആ ഭാഗത്ത് കർവ് ഇല്ല. എന്നാൽ 1 മുതൽ +1 മുതൽ ഇൻഫിനിറ്റി വരെ സീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആറിൽ നിന്ന് -1 +1 ആ ഇൻ്റർവൽ, ഓപ്പൺ ഇൻ്റർവൽ കുറച്ചാൽ നമുക്കതിൻ്റെ റേഞ്ച് കിട്ടും. ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1, അതായത് -1 മുതൽ അല്ലെങ്കിൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ ആ 2 പോയിൻ്റ് ഒഴികെ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിനി സീക്ക് ഫംഗ്ഷന് പകരം കൊസീക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്ന് നോക്കാം. കൊസീക്ക് ഫംഗ്ഷൻ ആദ്യം വെർട്ടിക്കൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുന്നു. വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ 0 എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, π എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, 2π പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് 0 ±π ±2π ഈ പോയിന്റുകളിലൊന്നും കൊസീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് നാം നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഇൻ്റഗ്രൽ π അത് ആറിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അതായത് കൊസീക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ r-nπ. അതേപോലെ തന്നെ സീക്ക് ഫംഗ്ഷൻ്റെ ഷേപ്പ് പോലെ തന്നെയാണ് കൊസീക്ക് ഫംഗ്ഷനും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവൽ -1 1 ആണെന്ന് കാണാം. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് സൈൻ ഫംഗ്ഷൻ അതുപോലെ തന്നെ കോസ് ഫംഗ്ഷൻ ഇത് രണ്ടിൻ്റെയും ഡൊമൈൻ ഒരുപോലെയാണ്, ഒന്ന് തന്നെയാണ്, റേഞ്ചും ഒന്ന് തന്നെയാണ്, ഷേപ്പിൽ ചെറിയ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ടാൻ ഫംഗ്ഷനും അതെ ഒരേ ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരേ മോഡൽ വരുന്ന ഡൊമൈനും റേഞ്ചുമാണ്. സീക്ക് ഫംഗ്ഷനും കൊസീക്ക് ഫംഗ്ഷനും ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റു പല കാര്യങ്ങളിലും പ്രോപ്പർട്ടികളും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിനി മറ്റൊരു ഭാഗം നോക്കാം. ഇപ്പോൾ നാം നേരത്തെ കണ്ടത് സൈൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ നാം കണ്ടു, ക്യാപിറ്റൽ R ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 1 ആണ്. നമ്മൾ ഈ ഫംഗ്ഷനെ ഒന്ന്, അതായത് ഈ
ഹൊറിസോണ്ടൽ ലൈൻ ഒന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതായത് മനസ്സിലായ കാര്യം, ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കണ്ട കാര്യം, പോയിൻറ്റ്സിന് എല്ലാ പോയിൻറ്റിലും ഇമേജ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ച് R എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി ചുരുക്കിയത്, -1 മുതൽ +1 വരെ മാത്രമേ സൈൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സാധാരണ R എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെയാണ്. അതുകൊണ്ട് റേഞ്ച് എന്നുള്ളത് -1 ആക്കി മാറ്റിയാൽ എല്ലാ പോയിന്റുകൾക്കും ഇതേ രീതിയിൽ റീഡിഫൈൻ ചെയ്താൽ -1 മുതൽ +1 വരെ എല്ലാ പോയിന്റിലും ഇമേജ് ഉണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൺ ടു ആണ്. ക്യാപിറ്റൽ R ആയിട്ട് സ്വീകരിച്ചാലാണ് നമുക്ക് ഓൺ ടു അല്ല എന്ന് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് സൈൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ R മുതൽ -1 എന്ന രീതിയിൽ പരിഗണിച്ചാൽ അങ്ങനെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഓൺ ടു ആണെന്ന് കാണാം. എന്നാൽ ഈ ഫംഗ്ഷൻ, അതായത് സൈൻ ഫംഗ്ഷൻ 1 ആണോ? എങ്ങനെയാണ് നാം 1 ടെസ്റ്റ് ചെയ്യുന്നത്? ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് ഡിഫറെൻ്റ് ഇമേജ് എന്നുള്ളതാണ് 1ൻ്റെ മീനിങ്. ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നെ 1-2 കാര്യങ്ങൾ മനസ്സിലാവുന്നു. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ -π 0 ആണ്, സൈൻ -2π 0 ആണ്. നാം അവിടെ പഠിച്ചിരുന്നു അതിൻ്റെ സൊല്യൂഷൻ. സൈൻ x = 0 ഇംപ്ലൈസ് x = nπ n belong to z എന്ന് പഠിച്ചു ഫസ്റ്റ് ഇയറിൽ. അതായത് ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. f of 0 = 0, f of π = 0. f of x sin x ആണെങ്കിൽ f of 0 0 ആണ്, f of π 0 ആണ്. അതായത് ഹൊറിസോണ്ടൽ ലൈൻ കർവിനെ ഇൻഫിനിറ്റ് പോയിന്റിൽ ടച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്, മെനി വൺ ഫംഗ്ഷൻ ആണ്. ഇൻ ജനറൽ സൈൻ ഫംഗ്ഷൻ ഈസ് മെനി വൺ. അതായത് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ പക്ഷേ ഇവിടെ -1 മുതൽ +1 വരെ മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് റേഞ്ചിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ നമുക്കതിനെ 1 ആക്കി മാറ്റാം. നമുക്കിവിടെ മനസ്സിലായത് -1 മുതൽ +1 വരെ മാത്രമേ സൈൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിന് നമുക്ക് ഇത്രയും വലിയ ഒരു കർവിൻ്റെ ആവശ്യം വരുന്നില്ല, ഇത്രയും വലിയ ഒരു ഭാഗം ആവശ്യമില്ല. നമുക്ക് എന്തു മതിയായിരിക്കും? ഈ -1 മുതൽ +1 വരെ ഈ ഒരു ചെറിയ ഭാഗം മാത്രം പരിഗണിച്ചാൽ മതിയായിരിക്കും. അതായത് -π/2 മുതൽ +π/2 വരെ മാത്രം പരിഗണിച്ചാൽ അത് എന്തായിട്ട് മാറുന്നു? അതായത് ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ, ഡൊമൈൻ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ നമുക്ക് ഈ ഫംഗ്ഷനെ, സൈൻ ഫംഗ്ഷനെ ഒരേ സമയം 1 ഓൺ 2 ആക്കി മാറ്റാം. ക്യാപിറ്റൽ R എന്നതിന് പകരം -π/2, അതായത് -π/2 എടുക്കാനുള്ള കാരണം -1 മുതൽ +1 വരെ മതി എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഒന്ന് റീഡിഫൈൻ ചെയ്യാം ഇങ്ങനെ. അതായത് സൈൻ x എന്ന് പറഞ്ഞാൽ -π/2 π/2 മുതൽ -1 ഈ ഫംഗ്ഷൻ, ഇതേ രീതിയിൽ റീഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഒരേ സമയം 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. 1 ഓൺ 2 ഫംഗ്ഷനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബൈജക്റ്റീവ് ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് നേരത്തെ നാം പറഞ്ഞത്, സൈൻ ഫംഗ്ഷൻ ഇൻ ജനറൽ നോട്ട് 1 ആൻഡ് ഓൺ 2. അതുകൊണ്ട് സൈൻ ഫംഗ്ഷന് എന്തുണ്ടായിരിക്കില്ല? ഇൻവേഴ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ഇൻവേഴ്സ് കാണണമെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്നുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സൈൻ x എന്നുള്ളത് -π/2 π/2 മുതൽ ക്ലോസ് ഇൻ്റർവൽ -1 വരെയാണെങ്കിൽ ഇതേ രീതിയിൽ റീഡിഫൈൻ ചെയ്ത സൈൻ x എന്നത് ഒരേ സമയം 1 ഓൺ 2 ആയിരിക്കും, ബൈജക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇതേ രീതിയിൽ തന്നെ കോസും അതുപോലെ തന്നെ ടാൻ, കോട്ട്, സീക്ക്, കൊസീക്ക് എന്നത് മനസ്സിലാക്കാം. നമുക്കതൊന്ന് എന്താണ് വരുന്നത് എന്നൊന്ന് നോക്കാം. നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ച f of x = sin x. ആ സൈൻ എക്സിൻ്റെ നേരത്തെ നാം കണ്ടെത്തിയ ഒരു ഭാഗമാണ് ഇവിടെ. -π/2 മുതൽ +π/2 വരുന്ന ഭാഗം നമ്മൾ ആ സൈൻ x ഒന്ന് ഒഴിവാക്കുകയാണ്.
ഇപ്പോൾ -π/2 മുതൽ +π/2 വരെ വരുന്ന ഭാഗം മാത്രമേ ഫിഗറിൽ കാണുന്നുള്ളൂ. അതായത് സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് മുതൽ ഏത് വരെ മാത്രമാണ്? -π/2 മുതൽ +π/2 വരെ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റേഞ്ചും എന്ത് തന്നെയാണ്? -1 മുതൽ +1 വരെ. സൈൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ മാത്രമേ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂസിന് മാറ്റമില്ല. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഒരേ സമയം ഒറ്റ പോയിന്റിലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ. ഒരേ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് സൈൻ ഫംഗ്ഷൻ ഈ സമയത്ത് നമുക്ക് ഒരു 1-1 ഫംഗ്ഷൻ ആണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ് വരുന്ന ഫംഗ്ഷനുമാണെന്ന് കാണാം. അതായത് സൈൻ ഫംഗ്ഷൻ -π/2 മുതൽ +π/2 വരെ. ഇതേ രീതിയിലാണ് നാം ഡിഫൈൻ ചെയ്തത് എന്ന് കാണാം. നമുക്കിനി സൈൻ ഫംഗ്ഷൻ്റെ അതേ രീതിയിൽ തന്നെ കോസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നേരത്തെ പറഞ്ഞു, കോസ് ഫംഗ്ഷൻ്റെയും നമുക്കറിയാം ഡൊമൈൻ ഏത് മുതൽ ഏത് വരെയാണ്? R മുതൽ -∞ മുതൽ +∞ വരെയാണ്. അതിൽ ഡൊമൈൻ റേഞ്ച് എന്നുള്ളത് -1 മുതൽ +1 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് -1 കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ എടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ഈ 0 മുതൽ π വരെ വരുന്ന ഭാഗം എടുത്താൽ മതി. അല്ലെങ്കിൽ π മുതൽ 2π വരെ ഭാഗം എടുത്താൽ മതി. ബാക്കി ഭാഗം ആവശ്യമില്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ ആവർത്തനമാണ്. നമുക്ക് കോസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2π. അതായത് ഈ ഒരു പോയിന്റ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് തുടങ്ങി ഇതുവരെ എത്തുന്നതാണ് കോസ് ഫംഗ്ഷൻ്റെ ഒരു ടേം വരുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ ആവർത്തനമാണ്. ഇനി ഒരാൾ ഇവിടുന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇത് വന്ന് ഈ 2π വരെ മതി. അതുകൊണ്ടാണ് പീരീഡ് 2π ആണ് എന്ന് പറയാനുള്ള കാരണം. ഇവിടെ നമ്മൾ പൊതുവായിട്ട് 0 മുതൽ π വരെ വരുന്ന ഭാഗമാണ് പരിഗണിക്കുക. പൊതുവെ ഒരു പോസിറ്റീവ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് ഈ ഭാഗമാണ് നാം പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇതാണ് കോസ് ഫംഗ്ഷൻ്റെ ഒരേ സമയം 1-1 ഓൺ ടു വരുന്ന ഭാഗം. നമ്മൾ ബാക്കി ഭാഗം ഒഴിവാക്കുകയാണ്. അപ്പോൾ 0 മുതൽ π വരെ അതിൻ്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ ഒരേ സമയം 1-1 ആയി, ഓൺ ടു ആയി. അതിൻ്റെ റേഞ്ച് എന്നുള്ളത് -1 മുതൽ +1 വരെ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് കോസ് ഫംഗ്ഷൻ്റെ റീഡിഫൈൻ ചെയ്ത ഡൊമൈൻ, അതുപോലെ തന്നെ റേഞ്ച്. ഇപ്പോൾ ഇത് 1-1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടിബിൾ ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. നമുക്കിനി കോസിന് പകരം എന്താണ് ടാനിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ടാൻ, കോസ് ഒഴിവാക്കി നമ്മൾ ടാൻ. നമുക്ക് ഈ ടാൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത, അതായത് ടാൻ ഫംഗ്ഷൻ നേരത്തെ സൈൻ കോസ് പറഞ്ഞത് അവിടെ പീരീഡ് 2π ആണ് എന്നതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പോയിന്റ് മുതൽ 0 മുതൽ π വരെ ഒരു ഗ്രൂപ്പായി പരിഗണിക്കുമ്പോൾ അതിൻ്റെ ആവർത്തനമാണ്. ഓരോ π ഡിസ്റ്റൻസിലും ഈ കർവ് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ടാൻ ഫംഗ്ഷൻ്റെ പീരീഡ് π ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരേ സമയം 1-1 ആകണമെങ്കിൽ, അതുപോലെ ഓൺ ടു ആകണമെങ്കിൽ അതിൻ്റെ റേഞ്ച് നാം കണ്ടെത്തി. -∞ മുതൽ +∞ വരെയാണ്. അതായത് R ആണ്. ഈ R കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാ കർവുകളും വേണ്ട. അതായത് 0യിൽ കൂടെ പോകുന്ന കർവ് വേണ്ട, പൈയിലൂടെ പോകുന്നത്, ഇങ്ങനെ കുറേ എണ്ണം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരെണ്ണം മതിയായിരിക്കും. ഇത് ഒരേ സമയം 1-1ഉം ഓൺ ടൂം ആകണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു പോയിന്റിൽ -π/2 മുതൽ +π/2 വരെ വരുന്ന ഒരേ ഒരു കഷ്ണം, ഒരു പാർട്ട് മാത്രം പരിഗണിച്ചാൽ മതിയായിരിക്കുമെന്ന് കാണാം. അതായത് നമുക്ക് കർവ് ഇങ്ങനെ മതി. ഈ ഭാഗം മാത്രം വരുമ്പോൾ അത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ എല്ലാ പോയിന്റിലും ടച്ച് ചെയ്യുന്നു. കൂടാതെ എല്ലാ പോയിന്റിലും ഒരേ ഒരു തവണ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 1-1 ആണ്, ഓൺ ടു ആണ്. ഓൺ ടുവിന് ഒരു കർവ് മാത്രമായതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല. ഒരു പോയിന്റെങ്കിലും വേണമെന്നേ ഉള്ളൂ. ഒരു പോയിന്റ് മതി. ഒരു പോയിന്റ് ആകുമ്പോൾ മാത്രമേ അത് 1-1 ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടാൻ ഫംഗ്ഷൻ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ടാൻ 90. ടാൻ നേരത്തെ സൂചിപ്പിച്ചു, ടാൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഭാഗമാണ് π/2. 6ൽ നിന്ന് നാം ക്യാൻസൽ ചെയ്തത്
ഓഡ് π/2 ആണ്. അപ്പോൾ ഇവിടെ π/2 എന്ന പോയിൻ്റ് ഉണ്ടായിരിക്കില്ല, -π/2 എന്ന പോയിൻ്റും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ടാൻ ഫംഗ്ഷനിൽ നിന്ന് സൈൻ ഫംഗ്ഷനിൽ നിന്ന് വിഭിന്നമായിട്ട് ക്ലോസ് ഇൻ്റർവൽ -π/2 π/2 എന്നതായിരിക്കില്ല. ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 എന്നതായിരിക്കും ടാൻ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ വരുന്നത്. റേഞ്ചിൽ പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ടാൻ ഫംഗ്ഷൻ എന്നത് -∞ -π/2 π/2 ടു ക്യാപിറ്റൽ R. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഒരേ സമയം 1 ആണ്, ഓൺ2 ആണ്, ബൈജക്റ്റീവ് ആണ്. ദർഫോർ ഇൻവേഴ്സ് എക്സിസ്റ്റ്. നമുക്കിനി ടാൻ ഫംഗ്ഷന് കഴിഞ്ഞു. നമുക്കിനി എന്താണ് കോട്ട് ഫംഗ്ഷൻ്റെ എന്ന് നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കോട്ട് ഫംഗ്ഷൻ. ഈ കോട്ട് ഫംഗ്ഷനും നമുക്ക് ഈ ടാനിൻ്റെ അതേ രീതിയിൽ ഏത് ഭാഗം മാത്രം കണ്ടെത്തിയാൽ മതിയായിരിക്കും. ഇപ്പോൾ ഇതാ ഇങ്ങനൊരു പാർട്ട്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം പരിഗണിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനി കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കോട്ട് ഫംഗ്ഷനും ഇതേ രീതിയിൽ 0 മുതൽ π ടു R എന്ന രീതിയിൽ മാറ്റാവുന്നതേ ഉള്ളൂ. അതായത് നാം കോട്ട് ഫംഗ്ഷൻ ഇവിടെ കണ്ടെത്തിയത് ഇതാ, ഈ ഒരു ഭാഗം മാത്രം മതി നമുക്ക് കോട്ട് ഫംഗ്ഷൻ. കോട്ട് ഫംഗ്ഷനെ സൂചിപ്പിക്കാൻ 0 മുതൽ π വരെ വരുന്ന ഭാഗം, ആ ഒരു ഭാഗം ഒരെണ്ണം മാത്രം പരിഗണിച്ചാൽ മതിയായിരിക്കും. ദെൻ നമുക്ക് സീക്ക് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. എന്താണ് സീക്ക് ഫംഗ്ഷൻ്റെ പ്രത്യേകത? ഈ സീക്ക് ഫംഗ്ഷൻ നാം അതിൻ്റെ റേഞ്ച് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ റേഞ്ച് വന്നിരുന്നത് R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. എല്ലാ പോയിൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ഇൻ്റർവൽ -1 1 വരുന്ന ഭാഗം ഒഴികെ എല്ലാ ഭാഗത്തും സീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അതേ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഈ കർവിനെ പല ഭാഗങ്ങളിൽ മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 1 1 ആയിരിക്കില്ല. അപ്പോൾ 1 1 ആക്കാൻ നാം എന്ത് ചെയ്താൽ മതിയായിരിക്കും? ഇതേ രീതിയിൽ 2 ഭാഗം എടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ നമുക്കത് 1 1 ആവില്ല. കാരണം മുകൾ ഭാഗവും -∞ മുതൽ -1 വരെയും 1 മുതൽ ∞ വരെയും വരുന്ന ഭാഗം പരിഗണിക്കേണ്ടതായി വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇത് ഈ 0 മുതൽ π/2 വരുന്ന ഈ ഒരു ഭാഗവും വേണ്ടി വരും, അതുപോലെ ഈ ഒരു ഭാഗവും വേണ്ടി വരും. അപ്പോൾ 0 മുതൽ π വരെ വരുന്ന ഭാഗം വേണ്ടി വരും എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ആ കർവ് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മറ്റു ഭാഗം ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഇതായിരിക്കും സീക്ക് ഫംഗ്ഷൻ്റെ കേസിൽ വരുന്നത്. അതായത് 0 മുതൽ π വരെ. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ഏത് ഭാഗം വരുന്നില്ല, π/2 എന്ന പോയിൻ്റ് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നു. നാം അവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു R മൈനസ് 2n+1 π/2. അപ്പോൾ ഈ പോയിൻ്റ് ഒഴിവാക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീക്ക് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നാം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് 0 πയിൽ നിന്ന് π/2 കുറയ്ക്കുന്നു. π/2 എന്ന ഒരേ ഒരു പോയിൻ്റ് കുറയ്ക്കുന്നു. റേഞ്ചിൽ പ്രത്യേകിച്ച് മാറ്റമില്ല. ഇപ്പോൾ ഈ സീക്ക് ഫംഗ്ഷൻ ഒരേ സമയം 1 1 ആണ്, ഓൺ2 ആണ്, ബൈജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് കൊസീക്ക് ഫംഗ്ഷൻ നോക്കാം. ഇതാണ് നമ്മുടെ കൊസീക്ക് ഫംഗ്ഷൻ. കൊസീക്ക് ഫംഗ്ഷൻ്റെയും റേഞ്ച് എന്നുള്ളത് R -1 1. നമുക്ക് അങ്ങനെ ഒരു ഭാഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരിക്കും? അതായത് -∞ മുതൽ -1 വരെ വരുന്ന ഭാഗവും വേണം, 1 മുതൽ ∞ വരെ വരുന്ന ഭാഗവും വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു പകുതിയും അതുപോലെ ഇതിൻ്റെ ഈ ഒരു പകുതിയും വേണ്ടി വരും. -π/2 മുതൽ +π/2 വരെ രണ്ടും ഇൻക്ലൂഡിംഗ് ആണ്, ക്ലോസ് ഇൻ്റർവലാണ്. അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഭാഗം ഫിഗറിൽ നിന്ന് നോക്കിയാൽ അറിയാം, 0 എന്ന പോയിൻ്റ് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന കൊസീക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതായത് കൊസീക്ക് ഫംഗ്ഷൻ്റെ -π/2 മുതൽ +π/2 വരെ ഉള്ള ഭാഗം പരിഗണിക്കുമ്പോൾ അത് ഒരേ സമയം 1 1 ആണ്, ഓൺ2 ആണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഇതാണ് കൊസീക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഈ കൊസീക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. നമുക്കിനി ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ ഏത് മുതൽ ഏത് വരെയാണെന്ന് മനസ്സിലാക്കി. ഇൻവെർട്ടിബിൾ ആകുന്ന ഒരേ സമയം 1 1 ഓൺ2 വരുന്ന സൈൻ ഫംഗ്ഷൻ ഏത് മുതൽ ഏത് വരെയാണ്. അതേ രീതിയിൽ കോസ് ഫംഗ്ഷൻ 1 1 ഓൺ2 വരുന്ന ഭാഗം അതിൻ്റെ ഡൊമെയിൻ ഏത് മുതൽ ഏത് വരെയാണ്, റേഞ്ച് ഏത് മുതൽ ഏത് വരെയാണ് എന്ന് ആ കാര്യം നാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഈ സമയത്ത് ഡിഫൈൻ ചെയ്യാം. എന്താണ് സൈൻ ഇൻവേഴ്സ് വരുന്നത്? അതായത് ഡൊമൈനും റേഞ്ചും പരസ്പരം മാറ്റുന്നു. എഫ് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്നുള്ളത് വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ക്ലോസ് ഇൻ്റർവൽ -1 1ൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ -π/2 π/2 വരെയാണ് എന്ന് ഇതിൽ നിന്ന് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ദെൻ കോസ് ഫംഗ്ഷൻ 0π മുതൽ -1 1 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എന്നത് ക്ലോസ് ഇൻ്റർവൽ -1 1ൽ നിന്ന് 0πയിലേക്കാണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ ടാൻ ഫംഗ്ഷൻ ആറിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. ദെൻ കോട്ട് ഫംഗ്ഷൻ ആറിൽ നിന്ന് 0π പരസ്പരം മാറ്റുന്നു. ദെൻ സീക്ക് ഫംഗ്ഷൻ r -1 1 0πയിൽ നിന്ന് π/2 കുറയ്ക്കുന്നു. ദെൻ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് r -1 1ൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ -π/2 π/2ൽ നിന്ന് സെറ്റ് 0 കുറയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരേ സമയം സൈൻ ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും കിട്ടി. എങ്ങനെയാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനെ ഇൻവെർട്ടിബിൾ അല്ലാത്ത ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനെ അതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഡൊമൈൻ റീഡിഫൈൻ ചെയ്തുകൊണ്ട് 1 1 on 2 ആക്കി അതിനെ ഇൻവെർട്ടിബിൾ ആക്കി മാറ്റുന്നത് എന്ന കാര്യമാണ് ഇവിടെ നാം വിശദമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നോക്കാം. നാം പഠിച്ചത് ഇൻവേഴ്സ് ഫംഗ്ഷൻ കൂടിയാണ്. അതായത് ഇൻവേഴ്സ് കാണാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അത് സിമെട്രിക് ആകുന്നത് ആ കാര്യം കൂടി ഇവിടെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ സൈൻ ഫംഗ്ഷൻ നമുക്കറിയാം. ഇതാണ് സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് വരുന്ന ഭാഗം. അതായത് -π/2 മുതൽ +π/2 വരെ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് -1 മുതൽ +1 വരെ എന്നും നാം കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് വരുന്നത്. ഇൻവേഴ്സ് ആണെങ്കിൽ എക്സും വൈയും ആക്സിസ് മാറുന്നു. നമുക്കറിയാം ഒരേ സമയം ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ പരസ്പരം, അതായത് y = x എന്ന ലൈനിന് സിമെട്രിക് ആയിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് കാണാം. ഇതാണ് y = x. ഈ ലൈനുമായി ലൈനെ കണക്ട് ചെയ്യുമ്പോൾ സൈനും സൈൻ ഇൻവേഴ്സും സിമെട്രിക് ആയിരിക്കും. y = x എന്ന ലൈനിന് സിമെട്രിക് ആണ് എന്ന ഒരു അഡീഷണൽ കാര്യം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സൈൻ, എന്താണ് സൈൻ ഇൻവേഴ്സ്? അതായത് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കും. വേണമെങ്കിൽ സൈൻ എക്സ് കണ്ടാൽ, അതായത് ഇൻവെർട്ടിബിൾ ആകുന്ന 1 1 on 2 ആയി വരുന്ന സൈൻ ഫംഗ്ഷനെ ഒരു 90 ഡിഗ്രി ഒന്ന് മാറ്റിയാൽ അപ്പോഴാണ് നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് കിട്ടുന്നത്. അങ്ങനെയും നമുക്ക് അതിനെ മറ്റൊരു രീതിയിൽ കാണാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ അറിയില്ല എങ്കിൽ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഈ കർവ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇതേ കർവ്. സൈനും സൈൻ ഇൻവേഴ്സും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് മാറിയ പോലെയേ നമുക്ക് തോന്നൂ എന്നർത്ഥം. അതായത് y = x എന്ന ലൈനിന് സിമെട്രിക് ആയിരിക്കും ഈ രണ്ട് കർവും എന്ന് കാണാം. ഇതേ രീതിയിൽ തന്നെ കോസ് എക്സ്, ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. കോസ് എക്സ് എന്നുള്ളത് 1 1 on 2 വരുന്ന 0 മുതൽ π/2 വരെ ഡൊമൈൻ വരുന്ന കോസ് എക്സിൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടുന്നത് ഇതേ രീതിയിൽ. അപ്പോൾ ഈ രണ്ട് കർവും y = x എന്ന ലൈനിന് സിമെട്രിക് ആണ് എന്ന് ഫിഗറിൽ നിന്ന് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. അതായത് സൈൻ എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സും സൈൻ ഇൻവേഴ്സ് എക്സ് ജി ഓഫ് എക്സും ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി എന്നത് ഐഡൻറ്റിറ്റി ആണ് എന്ന പഠിച്ച കാര്യവും കൂടി ഇവിടെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അതായത് സൈൻ എക്സ് കോമ്പോസിഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത കർവാണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് = എക്സ് എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി. ഈ പറയുന്ന ഗ്രാഫിൻ്റെ മീനിങ്, അതിൻ്റെ ഇക്വേഷൻ അതാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ടാൻ ഫംഗ്ഷനും നോക്കാം.
ഇതാണ് ടാൻ ഫംഗ്ഷൻ, എക്സിസ്റ്റ് ചെയ്യുന്ന ടാൻ. ഇൻവേഴ്സ് വരുന്ന ടാൻ ഫംഗ്ഷൻ, ഒരേ സമയം 1 1 on 2 വരുന്ന ടാനിൻ്റെ ഗ്രാഫ് ഇതാണ്. നമുക്കറിയാം ഇതിൻ്റെ ഇൻവേഴ്സ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുള്ളത് ഇൻ്റർചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ടാൻ എക്സ് എന്ന ഗ്രാഫിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് തന്നെ ടാൻ എക്സും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ് എന്നതും ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു വസ്തുതയാണ്. നമുക്കിനി മറ്റൊരു കാര്യം നോക്കാം. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ, റേഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് എപ്പോഴാണ് ഇൻവെർട്ടിബിൾ ആകുന്നത്, ഈ കാര്യങ്ങളാണ് ഇതുവരെ നാം പഠിച്ചു കഴിഞ്ഞത്. നമുക്കിവിടെ സൈൻ എക്സിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ ഒന്നും കൂടി വിശദീകരിക്കുന്നത്. അതിൻ്റെ ഡൊമെയിൻ ഇതാണ്, റേഞ്ച് നാം പഠിച്ചു കഴിഞ്ഞു. ദെൻ അതിൻ്റെ കർവിൻ്റെ പേര്, അതിൻ്റെ ഫംഗ്ഷൻ്റെ പേര് സൈൻ എക്സ് ആണെങ്കിൽ ഇതിലുള്ള പോയിൻ്റുകളൊന്നും നമുക്ക് നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് നാം ഇവിടെ നോക്കുന്നത്. അതായത് -π/2 മുതൽ +π/2 വരെ സൈനിന് കുറേ അറിയാവുന്ന വാല്യൂസ്, നേരിട്ട് അറിയാവുന്ന വാല്യൂസ് നാം പഠിച്ചിട്ടുണ്ട്. 0 എന്ന വാല്യൂ അറിയാം, അതുപോലെ തന്നെ 30, 45, 60, അതുപോലെ 90, 120, 135, 150, 180 ഈ വാല്യൂസൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. അതായത് 0 അറിയാം, π/6, ദെൻ π/4, π/4 കഴിഞ്ഞാൽ ദെൻ π/3, പിന്നെ π/2, 2π/3, 3π/4, 5π/6 ഈ വാല്യൂസ് എല്ലാം നാം ഡയറക്റ്റ് വാല്യൂ പഠിച്ചു കഴിഞ്ഞ ഒന്നാണ്. നമുക്ക് അതിലുള്ള കുറച്ച് വാല്യൂസ് നോക്കാം. ഒന്ന് -π/2, -π/6, ദെൻ 0, π/6, π/2 ഈ വാല്യൂസ് എല്ലാം അതിൻ്റെ ഡൊമൈനിൽ വരുന്നതാണ്. അതായത് -π/2 മുതൽ +π/2 വരെ വരുന്ന വാല്യൂസ് ആണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരേ സമയം -1 മുതൽ +1 വരെ വരുന്ന വാല്യൂ മാത്രമേ ലഭിക്കൂ. കാരണം സൈൻ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ -1 മുതൽ +1 വരെയാണ് എന്ന് കാണാം. അതായത് ഈ ഫംഗ്ഷൻ്റെ നമുക്കിവിടെ കിട്ടിയ -π/2ൻ്റെ ഇമേജ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും സൈൻ ഫംഗ്ഷൻ്റെ ഇമേജ്? -1 ആയിരിക്കും, -1. അപ്പോൾ -π/2 മാപ്പ് ചെയ്യണത് -1ലേക്കാണ്. നമുക്കറിയാം സൈൻ -π/2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഒരേ ഒരു വാല്യൂ ആണ് ഇതിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫംഗ്ഷനും കൂടിയാണ്. ദെൻ അതേ രീതിയിൽ നമുക്ക് -π/6 എന്നുള്ളത് മാപ്പ് ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും? അതിൻ്റെ വാല്യൂ സൈൻ -π/6 ഈക്വൽ ടു -1/2. ദെൻ ഇതേ രീതിയിൽ തന്നെ 0 എന്നത് നമുക്കറിയാം സൈൻ 0 എന്നുള്ളത് 0 ആണ്. എല്ലായ്പ്പോഴും സൈൻ 0 0 ആണ്. ദെൻ π/6 എന്ന വാല്യൂ മാപ്പ് ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും? 1/2 എന്ന വാല്യൂയിലേക്കായിരിക്കും. അതായത് സൈൻ π/6 ഈക്വൽ ടു 1/2. ദെൻ π/2ൻ്റെ വാല്യൂ നമുക്കറിയാം സൈൻ 90 ഈക്വൽ ടു 1. അപ്പോൾ സൈൻ π/6 1/2, സൈൻ π/2 1 എല്ലാം ഒരേ ഒരു എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നേരെ മറിച്ച് ഈ ഡൊമൈനിൽ ഒരു പോയിൻ്റാണ് എക്സ് എങ്കിൽ അതിനെ ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ അത് എന്തിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്? അതായത് ഡൊമൈനിൽ ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ചിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സൈൻ എക്സ് എന്നുള്ളത്. സൈൻ എക്സ് എന്ന ഒരു വാല്യൂ അതിൽ എക്സിസ്റ്റ് ചെയ്യും, അത് നിർബന്ധമായിരിക്കും. കാരണം ഫംഗ്ഷൻ്റെ പേര് സൈൻ എക്സ് ആണ് എന്ന് നമുക്ക് കാണാം. ഇനി ഈ സൈൻ എക്സ് എന്നുള്ളതിനെ നമുക്ക് y ആയിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, കാരണം ഇതൊരു 1 1 on 2 ഫംഗ്ഷനാണ്, എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇവിടെ രണ്ട് രീതിയിൽ പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം അതിൻ്റെ കോഡൊമൈനും ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സൈൻ എക്സ് എന്നതിനെ y ആയിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു
തിരിച്ച് ഒരു ഫംഗ്ഷൻ അവിടുന്ന് റീഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് y എന്നുള്ളതിന് ഇവിടെ മറ്റൊരു ഇമേജ് നമുക്ക് കിട്ടും. y എന്നുള്ളതിന് മറ്റൊരു ഇമേജാണ്, പ്രീ ഇമേജ് അല്ല. കിട്ടുന്നത് സൈൻ ഇൻവേഴ്സ് y എന്ന വാല്യൂ കിട്ടും. അതിനെ നമുക്ക് ഇങ്ങനെയും കൂടി പറയാം. സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 1ൽ നിന്ന് -π/2 π/2ലേക്ക് ആണ് എന്ന് കാണാം. -π/2 മുതൽ π/2 വരെ വാല്യൂ ആണ് എന്ന് കാണാം. അതായത് സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 1ൽ നിന്ന് -π/2 π/2 ആണ് എന്ന് കാണാം. അതായത് y = sin x ആണെങ്കിൽ അതിൻ്റെ അർത്ഥം x = സൈൻ ഇൻവേഴ്സ് y ആണ് എന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സൈൻ എക്സ് എന്നുള്ളവിടെ നമ്മൾ y എന്ന് കൊടുത്തു. അതായത് y = സൈൻ എക്സ്, അതിൻ്റെ അർത്ഥം x = സൈൻ ഇൻവേഴ്സ് y ആണ് എന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് y = സൈൻ എക്സ് ഇംപ്ലൈസ് x = സൈൻ ഇൻവേഴ്സ് y. അതായത് സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ -1 1ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈസ് ഡിഫൈൻഡ് ബൈ സൈൻ ഇൻവേഴ്സ് x = y വേർ x = സൈൻ y. അതിൻ്റെ കൂടെ നമുക്ക് മറ്റൊന്നും ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ -π/2 π/2 എന്നുള്ളതിനെയാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. നാം അവിടെ സൂചിപ്പിച്ചിരുന്നു -π/2 π/2 വരുന്ന ഭാഗത്ത് ഇൻവെർട്ടിബിളാണ്. അതേ രീതിയിൽ തന്നെ -π/2 π/2 വേണമെന്നില്ല. π/2 മുതൽ 3π/2 വരുന്ന ഭാഗത്തും ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഈ ഭാഗം നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ ഭാഗത്തും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ നമ്മളെല്ലാവരും റീഡിഫൈൻ ചെയ്ത ഈ ഭാഗം -π/2 π/2 അതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. അതായത് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഉദാഹരണമായിട്ട് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച്, അതിൻ്റെ റേഞ്ചാണ് -π/2 π/2. അതിനെയാണ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ക്ലോസ് ഇൻ്റർവൽ -1 1ൽ നിന്ന് 0π ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0π ആയിരിക്കും എന്ന് ചുരുക്കം. നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ എഴുതേണ്ടത് ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. We have studied the trigonometry functions as follows. സൈൻ ഫംഗ്ഷൻ നമ്മൾ ആദ്യം എഴുതിയ കാര്യം തന്നെയാണ്, നോട്ടിലേക്ക് ഒന്ന് വിശദമായി എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ആറിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ -1 1 ഇതാണ് ആ ഫംഗ്ഷൻ്റെ മൊത്തത്തിൽ വരുന്ന ഡൊമൈൻ റേഞ്ച്. കോസ് ഫംഗ്ഷൻ r മുതൽ -1 1. ടാൻ ഫംഗ്ഷൻ ആണെങ്കിൽ r മൈനസ് നാം നേരത്തെ പറഞ്ഞിരുന്നത് 2n+1 π/2 കുറയ്ക്കുക എന്നായിരുന്നു. അത് ഒന്നുകൂടി വിശദമായി എഴുതുകയാണെങ്കിൽ ടാൻ r മുതൽ r മൈനസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് x = 2n+1 π/2 n ബിലോങ് ടു സെറ്റ്. എല്ലാ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π/2 ആറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ റേഞ്ച് എന്നുള്ളത് ക്യാപിറ്റൽ R തന്നെയാണ്. നേരെ മറിച്ച് കോട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ആറിൽ നിന്ന് എല്ലാ ഇൻ്റഗ്രൽ പൈ ആണ് കുറയ്ക്കുന്നത്. നേരത്തെ ടാൻ ആണെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണെങ്കിൽ ഇവിടെ ഈവൺ മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയാം. അതിനെയാണ് നാം ഇൻ്റഗ്രൽ പൈ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ സീക്ക് ഫംഗ്ഷൻ ആറിൽ നിന്ന് സെറ്റ് എക്സ് സച്ച് ദാറ്റ് x = 2n+1 π/2 n ബിലോങ് ടു സെറ്റ് മുതൽ റേഞ്ച് വരുന്നത് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. കൊസീക്ക് ഫംഗ്ഷനും ഇതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈൻ വരുന്നത് ജനറൽ കേസിലുള്ള കൊസീക്ക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ r മൈനസ് എക്സ് സച്ച് ദാറ്റ് x = nπ n ബിലോങ് ടു സെറ്റ്. അതിൻ്റെ റേഞ്ച് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. ഇതിൻ്റെ ഡൊമൈൻ എന്നുള്ളത് റീഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ആകുന്നത്. അതായത് ഒരേ സമയം 1 1 on 2 ആകുന്നത്. ആ കാര്യമാണ് നമ്മളിവിടെ വലതുവശത്ത് എഴുതിയിട്ടുള്ളത്. ടു ചേഞ്ച് ഇറ്റ് ആസ് ബൈജക്റ്റീവ് വി റെസ്ട്രിക്റ്റ് ദ ഡൊമൈൻ ആസ് ഫോളോസ്. അപ്പോൾ ആറിന് പകരം ക്ലോസ് ഇൻ്റർവൽ -π/2 π/2 ഇങ്ങനെ ഓരോ ഭാഗവും നമ്മൾ മാറ്റി എഴുതുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കോട്ടക്സ് എന്നുള്ളത് ഒന്ന് മാറ്റേണ്ടതുണ്ട്. കോട്ടക്സ് എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത് ക്ലോസ് ഇൻ്റർവൽ 0π എന്നതാണ് ഇവിടെ മാറ്റേണ്ടത്. 0π ഇവിടെ 0 എന്ന ഭാഗം ഇവിടെ ഒഴിവാക്കണം. അതായത് കോട്ടക്സ് എന്നുള്ളത് ഈ ടൈപ്പ് ചെയ്തതിൽ ചെറിയ വ്യത്യാസമുണ്ട്. 0π to r എന്നാണ് മാറ്റി എഴുതേണ്ടത്.
അതേപോലെ തന്നെ കാരണം കോട്ട് ഇൻവേഴ്സ് ഇവിടെ ഈ എഴുതിയതാണ് കറക്റ്റ്. ആർ ടു 0π ആണ്. അപ്പോൾ 0π മുതൽ r എന്നതാണ് ഇവിടെ മാറ്റി എഴുതേണ്ടത് എന്ന് ചുരുക്കം. We define the inverse function of sin x as sin inverse x minus 1 to pi minus pi by 2 pi by 2 be defined by ഇവിടെ അത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു ഡിഫൈൻഡ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ വേർ എക്സ് ഈക്വൽ ടു സൈൻ വൈ. മൈനസ് പൈ ബൈ ടു ആണ് ആദ്യം എഴുതേണ്ടത്. മൈനസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. The following gives the inverse trigonometry functions along with their domain and range. ഇവിടെയും അത് ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മൈനസ് പൈ ബൈ ടു ആണ് ആദ്യം എഴുതേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് അത് മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മൈനസ് പൈ ബൈ ടു ഇപ്പുറത്താണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെയും ഇവിടെയും. കൂടാതെ ഒരു നോട്ടായിട്ട് എഴുതാനുള്ളത് ദ റേഞ്ച് ഓഫ് ദ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ്റെയാണോ ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെയാണോ റേഞ്ച് വരുന്നത് അതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് നാം സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എന്നാക്കി മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എന്നാക്കണം. അതേപോലെ തന്നെ ഇവിടെയും. Okay, thank you. Have a nice day.